ചേട്ടാ വെണ്ടയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി വള്ളിക്കായിട്ട് ഈ ചീര ഓക്കെ. വെണ്ടയ്ക്ക ഇന്നത്തെ പൊട്ടിക്കൽ കഴിഞ്ഞു കാണാം. ഇനി ചീര ഇത് 4ാമത്തെ അരിച്ചിലാണ് സുഹൃത്തുക്കളെ. ഒരരിച്ചിൽ നിങ്ങളെ വീഡിയോയിൽ കാട്ടി, 2 അരിച്ചിൽ കാട്ടി, 3 അരിച്ചിൽ കഴിഞ്ഞു, 4ാമത്തെ അരിച്ചിലാണ്. ഇന്നിപ്പോൾ കൊടകരയ്ക്ക് കൊണ്ടുപോകാനുള്ള ചീര വിളവെടുക്കണം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇവിടെ വന്ന് കാണണം, കണ്ട് പഠിക്കണം. കണ്ട 3-4 അരിച്ചിൽ കഴിഞ്ഞു. ദേ ഇന്ന് അരിയണതേ. വീണ്ടും കൊടകരയ്ക്കുള്ള സാധനം അരിച്ചിട്ട് കൊടുക്കാൻ പോണതേ. കണ്ട ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്യണം. കണ്ടതേ അതിൻ്റെ നെറ്റിയാണ് കാണുന്നത്, അരിഞ്ഞതിൻ്റെ അടയാളം കാണുന്നത്. കണ്ട ഓരോ നെറ്റി കണ്ടതേ കൊടകരയ്ക്കുള്ളത് വീണ്ടും അരിയുക. കണ്ടതേ ഇത് കാണുക. കണ്ടതേ എന്താ കൊടകരയ്ക്ക് കൊണ്ടുപോകണത് ഇന്ന് വീണ്ടും അരിയുക. കണ്ടതേ എന്താ ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്താൽ കൈ നിറച്ച് കാശുണ്ടാക്കാം. കണ്ടാതെ വീണ്ടും അരിയണം. കണ്ടാതെ കണ്ടാ ഇത് കാണണം. കണ്ടാ അതൊക്കെ അരിയണം. കണ്ട ഓരോ കട ഇതേ അരിഞ്ഞാൻ്റെ കടമേന്ന് അരിയണ. കണ്ടാതെ അരിഞ്ഞാൻ്റെ നെട്ടിമേന്ന് വീണ്ടും അരിയണത്. കണ്ടാ നിങ്ങൾ കാണണം. ഇത് വെറുതെ പറയുന്നതാണോ? കണ്ട അതൊക്കെ ഓരോ നെട്ടിന്നും കണ്ടാ ഇപ്പം കൊടകരയ്ക്ക് പോകാനുള്ളതാണ്. കണ്ടാ കണ്ടാ കണ്ട അതൊക്കെ ഓരോ നെട്ടിൻ്റെ കണ്ട അരിയണ. കണ്ട അതൊക്കെ ഓരോ നെട്ടിന്നും ഇതരിഞ്ഞിട്ടാണ് നിങ്ങൾ കൊടകരയ്ക്ക് കൊണ്ടുപോകുന്നത്. കണ്ടതൊക്കെ നെറ്റി. കണ്ടതൊക്കെ സുഹൃത്തുക്കളെ കണ്ടതൊക്കെ ഇതിൻ്റെ രുചിയൊന്ന് കൊണ്ടുപോയി നിങ്ങൾ വേവിച്ച് നോക്കിയാലേ ഇതിൻ്റെ ഗുണഫലങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇത് വെറുതെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന പരിപാടിയല്ല കേട്ടോ. കണ്ട എന്താ സുഹൃത്തുക്കളെ ഇതരിയുന്നത് കാണണം. നിങ്ങൾ എന്താ ഓരോ നോണയും നിങ്ങളുടെ അടുത്ത് പറയില്ല. കണ്ട അധികം കണ്ട ഓരോ കടകളും കാട്ടണമെന്ന് കാണണം. കണ്ട അധികം ഇതാ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇത് തൂക്കാണ് കൊടകര കൊടുക്കുന്ന സുഹൃത്തുക്കളെ. എന്താ ഇത് കൊടകര കൊണ്ടുപോയി ഇപ്പോൾ തൂക്കം കൊടുക്കാനുള്ളതാ. കണ്ട അരിച്ചിട്ട് കഴിഞ്ഞാലേ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടാ. നിങ്ങളിത് പറഞ്ഞാൽ പറയും. നിങ്ങളിത് മനസ്സിലാക്കണം, കാണണം. എന്താ ഈ അരിയുന്ന പ്രവൃത്തി. എന്താ അതെ ഈ അരിയുന്ന ഓരോ പ്രവൃത്തി ഇത് വേണ്ട. ഓരോ നെട്ടിമേന്ന് അരിയണ വേണ്ട. നീ അരിഞ്ഞാണ് ഞാൻ 4 ദിവസമായി അല്ല ഒരാഴ്ച ആയിട്ടുള്ളൂ. എന്താ അതെ അരിയണണ്ട കൊടകരയ്ക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഈ അരിയണ. എന്താ ഇന്നത്തെ വിളവെടുപ്പാണ്. ഇതിലല്ലടാ മുട്ട കൊത്തി ഒഴിച്ച് ഇതിന് ആഹാരം ഉപയോഗിക്കണ്ടേ. എന്താ 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 ഇതാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. കണ്ട ഇതാ ചോപ്പയും പച്ചയും കണ്ട ഇതന്നെല്ലടാ കൊണ്ടുപോയിട്ട് കഴിക്കണ്ടേ. കണ്ട ഒരരിച്ചിട്ട് കഴിഞ്ഞു, 2ാമത്തെ അരിച്ചിൽ അരിയാണ്. എന്താ വെറുതെ പറയുന്ന കർഷകനല്ല ഞാൻ. സത്യസന്ധമായാണ് നിങ്ങളോട് പറയുന്നത്. വെറുതെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയല്ല. എന്താ എന്താ ചോപ്പ തന്നെയാണ് ഇവിടെ നിൽക്കണം. എന്താ എന്താ ചോപ്പ തന്നെ. എന്താ കണ്ട സുഹൃത്തുക്കളെ കണ്ട ഈ അരിയെന്ന് കാണാ. കണ്ട
മൂന്നരിച്ചിൽ രണ്ടരിച്ചിൽ കഴിഞ്ഞ ചീരണി കരിയനെ കണ്ട കാണുക സുഹൃത്തുക്കളെ ഇതേ കണ്ട ഉത്സവം ആരംഭിക്കണം ഉത്സവം കണ്ട ഉത്സവം ആരംഭിച്ചിട്ടുള്ളൂ നീ കണ്ട ഉത്സവമാണ് കാണണ കണ്ടാ അതേക്ക് കണ്ടാ സുഹൃത്തുക്കളെ ഇത് കാണുക നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെ സത്യം മനസ്സിലാക്കുക ഇതേ കണ്ട ഈ പറയുന്ന ഓരോ പ്രവൃത്തി നിങ്ങൾ കാണണം പഠിക്കണം വിലയിരുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ട കണ്ടാ പവൻ 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 കണ്ടാ കുറേ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കണ്ടാ കണ്ടാ കണ്ടോ സുഹൃത്തുക്കളെ ഓരോ കെട്ടും കണ്ടാ അതുകൊണ്ട് കൊടകരിക്കുള്ളതേ പച്ചക്കറി ചാക്ക് പറഞ്ഞു ഇനി വെക്കാൻ പറ്റില്ല കണ്ട അതേ കൊണ്ടുപോകണം കൊടകരിക്കുള്ളതാണ് അതേ കണ്ട ദേ കണ്ടാ കൊടകരിക്കുള്ള ഓരോ കെട്ട് നിങ്ങൾ കാണുക കണ്ട അതേ കണ്ടാ ഇതൊക്കെ കൊടകരിക്കുള്ളതാണ് ഏ കൊടകരിക്ക് ഇപ്പം ചെല്ലും 1 മണിക്കൂറുള്ളൂ വെയിലിൻ്റെ ചൂട് കൊണ്ടേ വാടി എനിക്ക് വെച്ചാലേ എനിക്ക് വയ്യാണ്ടായി വിഷ്ണുടി കാലത്ത് കൊണ്ടോണേ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്താ ഇത് ഒറ്റയ്ക്കുള്ള പണിയാണ് സുഹൃത്തുക്കളെ ഇത് വെറുതെ പറഞ്ഞു കണ്ട അതൊക്കെയാൻ ഇത് കണ്ട ഇതല്ലടാ കൊണ്ടുപോയിട്ട് കഴിക്കേണ്ട ആഹാരം വെച്ച് ഇവനല്ലടാ വിഷമില്ലാത്ത ദീർഘായുസ് ഉണ്ടാവാൻ ഇതല്ലടാ വിഷമില്ലാത്ത പച്ചക്കറി സുഹൃത്തുക്കളെ ഇത് കഴിച്ചാൽ 5 കൊല്ലത്തിന് കൂടുതൽ ജീവിക്കുന്നതിൻ്റെ ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത് ഗ്യാരണ്ടി ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് ഒരു കൃഷിക്കാരൻ്റെ ഗ്യാരണ്ടിയായി പറയണേ